ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് നല്ലൊരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ കുറേ പേരുണ്ടാവില്ലേ 2026 യൂട്യൂബ് ചാനൽ തുടങ്ങിയവര്, അതിനു മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും ഉണ്ടാവൂല്ലേ. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും തമ്പനയിൽ സെറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പൊ എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ തമ്പനയിൽ സെറ്റ് ചെയ്യുന്ന വിധം കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ഇൻഷോട്ടും പിക്സാർട്ടും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം യൂസ് ചെയ്തത് ക്യാൻവ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ശരിക്കും ഇൻഷോട്ട് ആണ് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാൻവ യൂസ് ചെയ്തു. പക്ഷെ വീണ്ടും ഞാൻ ഇൻഷോട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. ക്യാൻവയിൽ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ അവർ തരുന്നുണ്ട്. പിന്നെ നമുക്കും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ എന്താ പറയാ, ഫോണ്ടുകളൊക്കെ കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നി. എനിക്ക് സെറ്റാകാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഇൻഷോട്ടിലേക്ക് വന്നു കേട്ടോ. ഏതൊരു സാധാരണക്കാരനും ഇൻഷോട്ടിൽ പെട്ടെന്ന് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ തുടക്കക്കാർക്കാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഇതുമാണ് ഇൻഷോട്ടിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവര് കാണും കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ ചെറിയ യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ്. അപ്പോൾ താല്പര്യമുള്ളവര് അത് കാണും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തമ്പനയിലാണ് അല്ലെ, യൂട്യൂബിന്റെ തമ്പനയിലാണ്. അപ്പോൾ യൂട്യൂബിന്റെ തമ്പനയിൽ എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ നമുക്ക് റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. തമ്പനയിൽ നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ കയറി കഴിഞ്ഞാൽ അതില്ലെങ്കിൽ അവര് തിരിച്ചു പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഒരിക്കലും അവര് കാണത്തില്ല കേട്ടോ, ഓഡിയൻസ്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു തമ്പനയിൽ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ എന്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫോട്ടോ കൊളാഗാണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് കൊളാഗ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക കേട്ടോ. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും കേട്ടോ. ഡ്രാഫ്റ്റിൽ കിടക്കുന്നത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗാലറിയിൽ പോയിട്ട്. ഇനി ഈ ഫോട്ടോ യൂട്യൂബിൻ്റെ തമ്പനയിൽ സൈസിലാക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ റേഷ്യോസ് വരും. അപ്പോൾ 16:9 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനയിൽ സൈസിലായി കിട്ടും. ഇനി ക്യാൻവാസിൻ്റെ തൊട്ടടുത്തായിട്ട് ഫിൽറ്റർ എന്ന് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ബ്രൈറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ കോൺട്രാസ്റ്റ് പിന്നെ ഓരോ കളർ ചേഞ്ച് അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫിൽറ്ററിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എഫക്റ്റ് ആണ് കേട്ടോ. ഇത് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ എഫക്റ്റുകൾ കണ്ടില്ലേ, ഈ ഫോട്ടോ എഫക്റ്റ് ആയിട്ട് കാണിച്ചു തരും. ആ എഫക്റ്റിനനുസരിച്ച് മാറും കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. പിന്നെ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. നമുക്ക് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറത്തില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യണം കേട്ടോ. നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കട്ട് ഔട്ട് കാണും, കണ്ടില്ലേ കട്ട് ഔട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കാണുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫോട്ടോ നീക്കാം. ബാക്കിലൊരു കള്ളിയായിട്ട് കാണുന്നില്ലേ പെട്ടി, അതിൻ്റെ കളറ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ എറേസറിൽ പോയിട്ട് മായ്ക്കാം. പിന്നെ ഔട്ട്ലൈൻ ആണ്, ഔട്ട്ലൈന് നമുക്ക് തിക്കും ലൈറ്റും ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോട്ടോ എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാൻ പറ്റും. അതിൻ്റെ സൈസും മാറ്റാൻ പറ്റും കേട്ടോ. വലുതും ചെറുതൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. നേരെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കളറായിട്ട് നമുക്ക് കൊടുത്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോയിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ബ്ലാക്ക് ആണ് കൊടുക്കാറുള്ളത്. നമ്മുടെ ഫോട്ടോയ്ക്ക് മാച്ച് ആകുന്ന രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വലുതും ചെറുതൊക്കെ ആക്കി കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ കണ്ടില്ലേ, ഓരോ കോർണറിലേക്കും നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം കേട്ടോ. ഇനി വീണ്ടും ഇതിൽ തന്നെ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈപ്പ് പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത ഫോട്ടോത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുമ്പ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ പോലെ മാറ്റിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ഓപ്ഷനിൽ പോയിട്ട്
വീണ്ടും നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അല്ലാതെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡൂഡിൽ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഓരോന്ന് വരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ അത് മാറ്റും കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കാര്യമായിട്ടുള്ളത് സ്റ്റിക്കറാണ് കേട്ടോ. റിമൂവ് കാര്യമില്ല. പിന്നെ സ്റ്റിക്കർ വരുന്നത് ഇതിൽ കുറവാണ് കേട്ടോ. നല്ല നല്ല സ്റ്റിക്കേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വെറുതെ കാണിച്ചു തരാം കേട്ടോ ഈ സ്റ്റിക്കറൊക്കെ. അപ്പോൾ ഞാൻ എടുക്കുന്നത് പിക്സാർട്ടിൽ നിന്നാണ്. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള സ്റ്റിക്കർ ഇതാണ്. നമ്മൾ സെർച്ച് ചെയ്താലും അധികം സ്റ്റിക്കേഴ്സൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതിലുള്ളതായിട്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഇതിൽ ചെറുതായിട്ടുള്ള സ്റ്റിക്കേഴ്സേ ഉള്ളൂ. അപ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പിക്സാർട്ടിൽ നിന്ന് സ്റ്റിക്കേഴ്സൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വിവിധ തരത്തിലുള്ള കളേഴ്സും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്തതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻസിൽ ചിഹ്നം വരും മേലെ. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ കോപ്പി എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ നമുക്ക് കളറിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് സൈസൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ലേബൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ പലതരം ഇതിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് താഴെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ കളർ ഒരുപാടുണ്ട്. റെഡ് വൈറ്റും കൂടിയുള്ളത്, എന്താ പറയുക ബ്ലാക്കും യെല്ലോവും കൂടിയുള്ളത്, അങ്ങനെ പലതരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഫോട്ടോത്തിനനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലേബലിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. റൗണ്ട് ഷേപ്പ് ഉണ്ട്, എന്താ പറയുക സ്ക്വയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷേപ്പ് ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഒന്ന് കൊടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അൺഡു റീഡും ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ലേബൽ കണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ അതിൻ്റെ കോൺട്രാസ്റ്റും ഇതൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം മാറ്റി കൊടുക്കാം. വലുതാക്കാം, ചെറുതാക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും അതൊക്കെ കാണിച്ചു തരുന്നത്. ഇനി ഇതിൽ സ്റ്റിക്കർ കൊടുക്കണം. അപ്പോൾ ഇതിൽ സ്റ്റിക്കറൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്ത് ഗാലറിയിലോട്ട് കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പരസ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ പിക്സാർട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ എഡിറ്റ് എ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു ഇൻഡു ചിഹ്നം വരും, അത് കട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് താഴെ ടൂൾസ്, എഫക്ട്സ്, സ്റ്റിക്കേഴ്സൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ അതിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ലോഗോ എന്ന് കൊടുത്തപ്പോൾ ഒരുപാട് ലോഗോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു യൂട്യൂബിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ ഒരുപാടെണ്ണം സെർച്ച് ചെയ്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ടിക്ക് മാർക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു ടിക്ക് മാർക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ടിക്ക് മാർക്ക് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ ഇൻഷോട്ടിനെക്കാളും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇതിലുണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത് ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്റ്റിക്കർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സൂപ്പർ എന്ന സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ മേലെ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്ത് ഡൗൺലോഡിൻ്റെ ചിഹ്നം വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ നേരെ ഗാലറിയിലോട്ട് സേവ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ സേവ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ, താങ്ക് യു.